നമസ്കാരം. മന്ത്രി കെ രാജന്റെ ഈ ചെയ്ത്തിനെ പറ്റിയാണ്. ഈ ഡെസ്കിൽ കയറി നിന്ന് മൂപ്പരെ മലയാളത്തിലെ 1-ാം നമ്പർ ചാനൽ മുതൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും വയനാട്ടിലെ ടൗൺഷിപ്പിലെ വീടിന് ക്രാക്കുണ്ട്, അതാ ക്രാക്ക് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ആ മാർക്കർ വര മായ്ച്ചു കളഞ്ഞ ഒരു പരിപാടിയാണ് കെ രാജൻ്റേത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി വയനാട് ടൗൺഷിപ്പിൽ നിന്ന് പുറപ്പെട്ട ഒരു വാർത്ത അതോടെ പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണതാണ് നമ്മൾ കണ്ടത്. ഉരുൾ ദുരന്തത്തിന് ശേഷം വന്ന അരഡസനോളം വമ്പൻ വ്യാജ വാർത്തകളിൽ അവസാനത്തേത്. വാർത്ത നൽകിയ ചാനലുകൾ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാനും വ്യാജം പിടിക്കപ്പെട്ട സാഹചര്യത്തെ അതിജീവിക്കാനും തുടർ ന്യായീകരണങ്ങളും വളച്ചൊടിക്കലുകളും നിരത്തുന്നതിനിടെ മുന്നിലിറങ്ങി കളിച്ച കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നൈസായി മുങ്ങി. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ എതിർപ്പുകളും പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പോടെ അവസാനിക്കും എന്ന് കരുതിയവരുടെ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് വലിയ റിസ്ക് എടുത്ത് വോട്ടിങ്ങിന് ശേഷവും പേരുദോഷമുണ്ടാക്കും എന്നറിഞ്ഞിട്ടും ഇമാതിരി വാർത്തയുടെ പിന്നാലെ കോൺഗ്രസ് പോയത്. നഷ്ടക്കച്ചവടമാകും എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിന് കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ചത്? ടൗൺഷിപ്പിനെ മുൻനിർത്തി വലിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അത്തരം 2 വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തലുകളും കോൺഗ്രസിന്റെ നഷ്ടക്കച്ചവടവും പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ. കോൺഗ്രസിന് ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും വലിയ ആഭ്യന്തര ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ചില സംഭവങ്ങളാണത്രേ വയനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിന് തടയിടാൻ ടൗൺഷിപ്പിനെ മുൻനിർത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ ചിലർ കളിച്ച നാടകമാണത്രേ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊളിഞ്ഞുപോയ നാടകം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനപ്പുറത്തേക്ക് നീളുന്ന പ്രശ്നം വയനാട് ഉരുൾപൊട്ടലിന്റെ മറവിൽ വ്യാപകമായി പണം പിരിക്കുകയും ഒടുവിൽ ഒരു 5.5 കോടിയുടെ കണക്ക് ഏകദേശം അവതരിപ്പിക്കുകയും വീട് പണി പെരുവഴിയിൽ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്. ഈ സാഹചര്യം ഭാവിയിൽ കോൺഗ്രസിനെയും പിരിവിന് നേതൃത്വം കൊടുത്ത നേതാക്കളെയും വമ്പൻ പ്രതിസന്ധിയിലേക്ക് നയിക്കുമത്രേ. ആപ്പ് വഴി അക്കൗണ്ടിലേക്ക് എത്തിയ ദശകോടികൾ എന്തു ചെയ്തു എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു. ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചതും അതിൽ നിന്നും പണം മാറ്റി എന്നതും അടക്കം ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ഈ അവസ്ഥയിലാണ് ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും മെയ് 4 കഴിഞ്ഞാലും ഒരു വിഭാഗം നേതൃത്വത്തെ അത് വേട്ടയാടാനുള്ള സാഹചര്യം വാർത്തകളായി വരുന്നത്. പിരിവിൻ്റെ പേരിൽ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും കോടതിയിലോ മറ്റോ പോയാൽ കുരുക്കാകും. മാത്രമല്ല നിലവിലെ നേതൃത്വത്തെ അത് ബാധിക്കും. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാനുള്ള മത്സരത്തിൽ അത് പ്രതിപക്ഷ നേതാവിനടക്കം പ്രതിസന്ധിയാകും. കോൺഗ്രസിന്റെ വീട് നിർമ്മാണം ആരംഭിച്ചിട്ട് പോലും ഇല്ലാത്തതിനാൽ സർക്കാർ ടൗൺഷിപ്പ് അടുത്ത മാസം കൈമാറുന്നതോടെ ശ്രദ്ധ അതിലേക്ക് തിരിയുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ ടൗൺഷിപ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ നേടിയെടുക്കുക, തടയിടുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടിയായിരുന്നു വീടുകൾ തകരാറിലാണ് എന്ന ആഖ്യാനം. ആ വാർത്തകളുടെ തുടർച്ചയായി കോടതികളിൽ പരാതികൾ നൽകാനും ഒരു സ്റ്റേ വാങ്ങിയെടുക്കാനും നീക്കം നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യൂത്ത് കോൺഗ്രസിന്റെ സമരവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലും അതിന്റെ തുടർച്ചയായി കോടതി വ്യവഹാരവും. വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റ് കേസിൽ കുടുക്കി നിർമ്മാണം മുടക്കിയതുപോലെ വയനാട്ടിലും നടന്നേക്കും എന്ന് പ്രതീക്ഷിച്ച് നടത്തിയ നീക്കമാണത്രേ വിള്ളൽ വാർത്തയും തുടർ സംഭവങ്ങളും. എന്തായാലും ആ നീക്കത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഒടുവിൽ മന്ത്രി കെ രാജൻ തന്നെ നേരിട്ട് പോയി വരം അയച്ചു കളയുകയും വ്യാജ വാർത്ത ലൈവായി പൊളിക്കുകയും ചെയ്തു. ഇതോടെ യൂത്ത് കോൺഗ്രസും പിന്മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കോൺഗ്രസ് ഒരു വിഷയം ഉന്നയിച്ച് വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം നിർത്തിവെപ്പിക്കാനുള്ള സമര പരിപാടികളിലേക്ക് പ്രവേശിക്കാൻ ആലോചിച്ചിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അത്തരം ആലോചന അവർ നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാർത്താ സമ്മേളനം വിളിച്ച് വിവാദത്തിലായ നൗഫൽ തന്നെയാണ്. സമകാലിക മലയാളം വാരികയിൽ ലക്ഷ്മി ആതിരയ്ക്ക് നൗഫൽ നൽകിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അഭിമുഖത്തിലെ ഒരു ചോദ്യോത്തരം നിങ്ങൾ നോക്കുക. ചോദ്യം: എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? നൗഫൽ അവരെ വിളിച്ചിരുന്നോ? അപ്പോൾ നൗഫലിന്റെ ഉത്തരം: ഒരിക്കലുമില്ല. വിഷയം വാർത്തയായപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. വീട് വന്ന് കണ്ടോട്ടെ എന്നും സന്ദർശന വേളയിൽ ഞാൻ കൂടെ ഉണ്ടാകുമോ എന്നും ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് ടൗൺഷിപ്പിന് പുറത്ത് കുടിൽ കെട്ടി സമരം ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ ഉണ്ടാകരുത് എന്ന് ഞാൻ ഉറപ്പുവാങ്ങി. എൻ്റെ ഈ വിഷയം കാരണം മറ്റു ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതായത് ടൗൺഷിപ്പിന് പുറത്ത് കുടിൽ കെട്ടി സമരം നടത്തുക, അതിൻ്റെ തുടർച്ചയായി ടൗൺഷിപ്പിൻ്റെ ആകെ വിശ്വാസ്യത തകരും എന്നും മാധ്യമ വാർത്തകളുടെ തുടർച്ചയായി കോടതിയിലേക്ക് വീട് കൈമാറുന്നതിന് സ്റ്റേ വാങ്ങാനുള്ള നീക്കം നടത്തി എന്നും ആണ് വിവരം. പൊതുബോധമുണ്ടായാൽ കോടതി അതിനനുസൃതമായി നിലകൊള്ളും എന്ന പ്രതീക്ഷ കൂടി ഉണ്ടായിരിക്കാം. മാർക്കർ വര വിള്ളൽ എന്ന് പറഞ്ഞ് ഒരു ചാനൽ വാർത്ത നൽകിയതിന് പിന്നാലെ തുടർച്ചയായി മുഖ്യധാരാ ചാനലുകളെല്ലാം ടൗൺഷിപ്പിൽ ക്യാമ്പ് ചെയ്തു. ദുരന്തകാലത്തില്ലാത്ത ആവേശവുമായി പല റിപ്പോർട്ടർമാരും എഞ്ചിനീയറിംഗിന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ വ്യാജ വാർത്തകൾ നൽകി. വീടിന്റെ മുകളിൽ വെള്ളം 24 മണിക്കൂർ കെട്ടി നിർത്തി നടത്തുന്ന ഒരു പരിശോധനയാണ് വാട്ടർ പോണ്ടിങ്.
അതുവഴി വീട്ടിൽ ചോർച്ച, വെള്ളം കിനിയൽ തുടങ്ങിയവ ഉണ്ടോ എന്ന് പരിശോധിക്കും. എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കും. നിർമ്മാണത്തിലെ ഒരു എഞ്ചിനീയറിംഗ് ടെക്നിക്കാണ്. അങ്ങനെയുള്ള പരിശോധനയുടെ തുടർച്ചയായി ഒരു വീടിൻ്റെ ഒരു ഭാഗത്ത് വെള്ളത്തിൻ്റെ നനവ് അനുഭവപ്പെടുകയും അതിനുള്ള പരിഹാരം നടത്തുകയുമാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ആ പരിഹാരം നടത്തുന്നതിന് മാർക്കർ കൊണ്ട് വരയിട്ടതാണ്. ആ വര ജനലിന് പുറത്തുകൂടി ചിത്രീകരിച്ചിട്ടാണ് വീടിന് വിള്ളൽ എന്ന വ്യാജ വാർത്ത നൽകിയത്. ചോർച്ചയല്ല, വിള്ളലുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിർമ്മാണത്തിലെ ക്രാക്കല്ല, കെട്ടി നിർത്തിയ വെള്ളത്തിൻ്റെ നനവ് താഴേക്ക് എത്തിയതാണ്. അതെങ്ങനെ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കിംഗ് ആണ് വ്യാജമായി വാർത്തയാക്കിയത്. അതിന് പിന്നാലെയാണ് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയ മാർക്ക് മന്ത്രി വന്ന് മേശമേൽ കയറി മായ്ച്ചത്. എന്നാൽ അപ്പോഴും എന്താണ് ഈ വാട്ടർ പോണ്ടിങ് എന്നതിനെക്കുറിച്ച് വ്യാജ ആഖ്യാനം നൽകാൻ ന്യൂസ് ചാനലുകൾ അടക്കം ശ്രമിച്ചു. വാട്ടർ പോണ്ടിങ് ടെസ്റ്റിന് ശേഷം ആ സിമെൻറ്റ് ഭാഗം അടർത്തി മാറ്റുമ്പോൾ, അതായത് ടെറസിൽ ഇങ്ങനെ ചുറ്റും സിമെൻറ്റിൻ്റെ ഭാഗം കെട്ടി നിർത്തും, നമ്മൾ വെള്ളം തടം കെട്ടൂലേ അതുപോലെ കെട്ടി നിർത്തും. അത് അടർത്തി മാറ്റുമ്പോൾ അത് വെച്ചും വ്യാജ വാർത്ത നൽകി. വീടിന് മുകളിൽ വെള്ളം കെട്ടി നിർത്താൻ നിർമ്മിച്ച സംവിധാനം പൊളിച്ചു മാറ്റി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ഇതാ ഒരു നഷ്ടം കൂടി എന്നായിരുന്നു 24 ന്യൂസിലെ ഒരു വാർത്ത. വാട്ടർ പോണ്ടിങ് പരീക്ഷണത്തിന് തൽക്കാലത്തേക്കുണ്ടാക്കിയ സംവിധാനമായിരുന്നു അത്. 24 മണിക്കൂർ കഴിയുമ്പോൾ അത് അടർത്തി മാറ്റും. സ്ഥിരമായ നിർമ്മിതിയുടെ ഭാഗമല്ല. അതുപോലും മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടും വ്യാജ വാർത്തയായിട്ടോ ഒക്കെ റിപ്പോർട്ടർമാർ ആഘോഷിച്ചു. ഈ വ്യാജ വാർത്തകളുടെ തുടർച്ചയായി എന്തായാലും ആ നീക്കം ആദ്യഘട്ടത്തിൽ തന്നെ പൊളിഞ്ഞു എന്നതാണ് ദുരന്ത ബാധിതരെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം. നേരത്തെയും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ മുൻനിർത്തി വ്യാപകമായി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ആദ്യം ദുരിതാശ്വാസ ക്യാമ്പിൽ പൂപ്പൽ പിടിച്ച ബ്രെഡ് വിതരണം ചെയ്തു എന്നതായിരുന്നു നമ്മളെ ഞെട്ടിച്ച വാർത്ത. അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണം അത് ചില ചാനലുകൾ ആഘോഷിച്ചു. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ബ്രെഡേ വിതരണം ചെയ്തിട്ടില്ല എന്ന് പിന്നീട് തെളിഞ്ഞു. പുറത്തുനിന്ന് ബ്രെഡ് വാങ്ങി ഇത് ക്യാമ്പിൽ വിതരണം ചെയ്തതാണ് എന്നും പൂപ്പൽ പിടിച്ചതാണ് എന്നും വ്യാജമായി അവതരിപ്പിച്ച് സൃഷ്ടിച്ചതാണ് ആ വാർത്ത. പിന്നീട് യൂത്ത് കോൺഗ്രസ് 30 വീട് പണിഞ്ഞു നൽകും എന്ന വ്യാജ വാഗ്ദാനം നൽകിയിട്ടാണ് അതിൽ നിന്ന് തലയൂരിയത്. വീട് പക്ഷേ ഇതുവരെ ആയിട്ടില്ല എന്ന് മാത്രം. എന്നാൽ പിന്നീട് രാഹുൽ ബലാത്സംഗ കേസിലും നിർബന്ധിത ഗർഭഛിദ്ര കേസിലുമൊക്കെ പെട്ട് അകത്തായി ആ സ്ഥാനത്ത് നിന്ന് പോയി. ഇപ്പോൾ ആ സ്ഥാനത്ത് OJ ജനീഷാണ്. രാഹുലിൻ്റെ പാത പിന്തുടർന്ന് ജനീഷ് ഒരു ദുരിതബാധിതരെയും കൂട്ടി വീട്ടിൽ എത്തി ഒരു വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ പോയി. മാർക്കർ വരെ, പെൻസിൽ വരെ ഇത് ക്രാക്കാണ് എന്ന ആഖ്യാനത്തിന് പിന്നാലെ. ഒടുക്കം നൗഫലിനെ കൊണ്ട് മന്ത്രിക്ക് കിളി പോയി എന്ന് പറയിപ്പിച്ചാണ് ജനീഷ് മടങ്ങിയത്. അത് കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കൂടി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എഴുതിയെടുത്ത് ചെലവാക്കിയെന്ന വ്യാജ വാർത്ത കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. എപ്പോൾ? ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം നൽകിയ നിവേദനത്തിൽ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശ്മശാനത്തിന് 75,000 രൂപ എഴുതിയെടുത്തു എന്നടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 24 മണിക്കൂർ കഴിഞ്ഞ് അത് വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചില ചാനലുകൾ മാപ്പ് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും വ്യാജം നാട് ചുറ്റിക്കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞാണ് കോൺഗ്രസിൻ്റെ പണപ്പിരിവ് ചോദ്യം ചെയ്യപ്പെട്ടത്. മുസ്ലിം ലീഗ് പോലും വീട് പണി ആരംഭിച്ചപ്പോഴും കോൺഗ്രസ് പിരിച്ച പണം എന്തു ചെയ്തു എന്ന ചോദ്യം വന്നതോടൊപ്പം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കല്ലിട്ടു അവർ. എന്നാൽ പിന്നീട് അവിടെ ആസ്ബറ്റോസിൻ്റെ ഷീറ്റ് വെച്ച് മറച്ചു. പ്രചരണകാലത്ത് ശവം തൂക്ക് എന്ന M സ്വരാജിൻ്റെ വിളിയോടെ വീണ്ടും പ്രതിരോധത്തിലായി. ഒടുക്കം തട്ടിക്കൂട്ട് കണക്ക് അവതരിപ്പിച്ചു. അവിടെയും പെട്ടു. പൈസയൊന്നും കിട്ടിയില്ല, ഇനിയും പണസമാഹരണം നടത്തേണ്ടി വരും എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു കേട്ട് നാട്ടുകാർ പേടിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് വരാനിരിക്കുന്ന മറ്റൊരു അപകടം അവർ തിരിച്ചറിഞ്ഞത്. അതിനെ മറികടക്കാനാണ് ഇപ്പോൾ കോടതി വ്യവഹാരത്തിലേക്ക് എത്തിക്കാവുന്ന വിധത്തിൽ നിർമ്മാണം കുഴപ്പമാണ് എന്ന വ്യാജ വാർത്തയും ആക്ഷേപങ്ങളും ആരോപണങ്ങളും. അത് പക്ഷേ ഒടുവിൽ ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നുപോയി എന്നതാണ് ആശ്വാസം. ഉരുൾപൊട്ടൽ ദുരന്തം മുതൽ ഇങ്ങോട്ട് വയനാട് നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സുർജിത് അയ്യപ്പത്ത് എന്ന മാധ്യമപ്രവർത്തകന്റെ ഒരു കുറിപ്പ് കൂടി ചേർത്ത് വായിക്കണം. ടൗൺഷിപ്പ് നിലനിൽക്കരുത് എന്ന ചിന്ത ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഈ കുറിപ്പിലെ ഒരു ഭാഗത്ത് കാണാം. അദ്ദേഹം എഴുതുന്നു: ഞാൻ വയനാട്ടിലെ മാധ്യമപ്രവർത്തകനാണ്. ദുരന്തത്തിൻ്റെ തലേനാൾ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് യാത്ര ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാൾ. ദുരന്തത്തിന് ഇപ്പുറവും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ദുരന്തബാധിതർക്കൊപ്പം നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ വിള്ളൽ എന്ന തരത്തിലൊരു മാധ്യമം വാർത്ത നൽകിയപ്പോൾ ഏറ്റുപിടിക്കാതെ വിശദ അന്വേഷണം നടത്തുകയാണ് ചെയ്തത്. സാങ്കേതിക പരിജ്ഞാനമുള്ള സിവിൽ എഞ്ചിനീയർമാരോടാണ് വിഷയം സംസാരിച്ചത്. അങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിൽ വെള്ളം കിനിയുന്നത് തടയാനുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി മാർക്ക് ചെയ്തതാണ് വിള്ളൽ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ കറുത്ത വര കണ്ടാൽ ആർക്കും അത് വിള്ളലാണെന്ന് തോന്നിപ്പോകും. അതിൽ സ്ക്രൂ ചെയ്ത് ഒരു സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് രീതി എന്നും മനസ്സിലായി. ഇത്തരത്തിലുള്ള വെള്ളം കിനിഞ്ഞിറങ്ങൽ തടയാനായി വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് നടത്തുമെന്നും ബോധ്യപ്പെട്ടു. ഗ്രൗട്ടിംഗ്, വാട്ടർ പ്രൊട്ടക്ഷൻ, റൂഫിംഗ് എന്നിങ്ങനെയുള്ള സാങ്കേതിക പദങ്ങൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഊരാളുങ്കൽ അധികൃതരുമായി സംസാരിച്ചു. അവർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അത് ശരിയാണോ എന്നറിയാൻ പരിചയത്തിലുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ വർക്കുകൾ നടത്തുന്ന കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരുമായി സംസാരിച്ചു.
സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വീടുകൾ ദുരന്ത ബാധിതർക്ക് കൈമാറൂ എന്ന ഉറപ്പ് ഭരണകൂടം വരുത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. വീട് കൈമാറിയ ശേഷം 5 വർഷത്തെ ഗ്യാരണ്ടി മേൽനോട്ടം കരാർ കമ്പനിയിൽ നിന്ന് ഉണ്ടാകും എന്ന് സർക്കാർ ഉറപ്പാക്കി. ഈ പണിയെടുക്കുന്നവർ ദുരന്തബാധിതരുടെ നെഞ്ചിലേക്ക് ആശങ്ക നിറക്കുകയല്ല വേണ്ടത് എന്ന ഉത്തമ ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു പരാതി ലഭിക്കുമ്പോൾ ഒരു ഫോൺ കോളിന് പുറത്ത് ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും സാങ്കേതിക മേൽനോട്ട ചുമതലയുള്ള കിഫ്കോൺ പ്രതിനിധികളുമുണ്ട്. ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വിവാദത്തിന് തരമില്ലാത്ത സ്ഥിതിയാകും. പക്ഷെ ചിലർക്ക് വിവാദങ്ങൾ നിർമ്മിക്കൽ ഹരമാണ്. അത് അത്തരക്കാരുടെ ജനിതക ശീലമാണ്. എന്തായാലും ആ ഹരത്തിന് പിറകെ പായാൻ കഴിയില്ല എന്നാണ് എൻ്റെ ബോധ്യം. ടൗൺഷിപ്പ് നേരെ ചൊവ്വേ ആകരുത് എന്ന് കൊതിക്കെറിവുള്ളവർ ഉണ്ട്. ഇത് നന്നായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. വിവാദങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അത് തുടരും. ഞാൻ പറഞ്ഞ ജനിതകശീലത്തിൻ്റെ പ്രശ്നമാണത്. എന്നും ദുരന്തബാധിതർക്കൊപ്പമാണ്. ആ മനുഷ്യർക്ക് വാർത്ത കൊണ്ട് തന്നെ സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബോധ്യം. അത് മാധ്യമപ്രവർത്തകൻ എന്ന ഉത്തരവാദിത്വം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അവർക്കിടയിലേക്ക് ആശങ്കയുടെ വിത്തെറിയുന്നവർക്കൊപ്പമല്ല. ഒരിക്കലും അങ്ങനെ ആകാനും പറ്റില്ല എന്നാണ് സുർജിത് അയ്യപ്പത്ത് എഴുതുന്നത്. ഒരർത്ഥത്തിൽ ദുരന്തബാധിതരുടെ മേൽ ആശങ്കകൾ പടർത്തിവിടുക, അത്രയും പേരുടെ അതിജീവനം പാതി വഴിയിൽ സ്റ്റേ ചെയ്യിക്കുക എന്നതിനുള്ള കളികളാണോ ഈ വാർത്തകൾക്കും ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന സംശയം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർദ്ധിക്കും. മന്ത്രി കെ രാജനെ മുൻനിർത്തി ഉയർത്തിയ ആക്ഷേപങ്ങളും കൂടി ചേർത്ത് വായിച്ചാൽ ഇത് വിവാദമായി, സജീവ വിവാദമായി, സ്വന്തം പേരിന് ദോഷമുണ്ടായാലും വിവാദമായി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം ഉണ്ടായിരുന്നോ എന്ന് സംശയം കൂടുതൽ ബലപ്പെടും. മന്ത്രിക്കെതിരായ ഒരു 4 ആക്ഷേപങ്ങൾ നോക്കാം. ഒന്ന്, മന്ത്രിക്ക് കിളി പോയി എന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനൊപ്പം നിന്ന് വയനാട് ടൗൺഷിപ്പിൽ നിന്ന് നൗഫൽ പറഞ്ഞത്. 2, കൂലിപ്പണി രാജൻ എന്ന വിളി കോൺഗ്രസ്സുകാർ ഒന്നാകെ ഏറ്റെടുത്ത ഒരു വിളി. ഭയങ്കര പുസ്തക വായനക്കാരനാണ് എന്ന് മൂന്നാറിൽ പോയി അവിടുത്തെ കോട്ടേജിലിരുന്ന് വായിക്കുന്നതിൻ്റെ തെളിവായി ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിലിട്ട് അടുത്ത മിനിറ്റിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തീപ്പൊരി ജിൻഡോ ജോൺ വിളിച്ചത് കൂലിപ്പണി രാജൻ എന്ന ആക്ഷേപമാണ്. മൂന്നാമത്തേത്, തൃശ്ശൂരിൽ നിന്നൊരു നിർമ്മാണ തൊഴിലാളിയെ പണിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കെ രാജനെ ചൂണ്ടി ചാണ്ടി ഉമ്മൻ ആക്ഷേപിച്ചത്. എല്ലാവർക്കും മുഖ്യമന്ത്രിമാരുടെ മക്കളായി ജനിക്കാനും അവർ മരിക്കുമ്പോൾ ആ സീറ്റിൽ മത്സരിച്ച് ജയിക്കാനും ഒക്കെ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയുള്ള നേതാക്കൾ കൂലിപ്പണിയും അഭിമാനത്തോടെ എടുക്കും. പക്ഷേ ആ പണിക്കാരനാണ് മെച്ചമെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ എന്ന് നാട്ടുകാർക്ക് ബോധ്യമായി. നാലാമത്തേത്, ഡെസ്കിൽ കയറി നോക്കാൻ രാജൻ ആരാണ്, എഞ്ചിനീയറോ എന്ന PD സതീശൻ്റെ പരിഹാസം. അതിന് പിന്നാലെ ആകെ മൊത്തം വയനാട് ഓപ്പറേഷൻ പാളിയതിന് രാജനെ കൂലിപ്പണിക്കാരൻ രാജനാക്കാൻ ഇറങ്ങിത്തിരിച്ച കോൺഗ്രസിൻ്റെ ഒന്നാകെയുള്ള ശ്രമം. ഇനി ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും പിരിവിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ കുരുക്കാൻ കെൽപ്പുള്ള ഒരു കളി അകത്ത് നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒക്കെ ആകാൻ വരുമ്പോൾ എതിർഭാഗം അതെടുത്തുയർത്തും. കേസ് വരും, അന്വേഷണം വരും എന്നെല്ലാം പറഞ്ഞ് കുരുക്കും. അതിനെ മറികടക്കാൻ നടത്തിയ ഒരു നീക്കം ചെറുതായി ഒന്ന് പാളിപ്പോയി. അത് കഴിഞ്ഞ് തടി കഴിച്ചിലക്കാൻ കെ രാജനെ കൂലിപ്പണിക്കാരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് രക്ഷപ്പെടാമെന്നുള്ള വിചാരം. രാജനാണെങ്കിൽ അതെടുത്ത് അഭിമാനത്തോടെ തലയിൽ വെച്ചു. 5 കൊല്ലം ഭരിച്ചിട്ട് അഴിമതിക്കാരൻ മുതലാളി എന്നൊന്നുമല്ലല്ലോ, കൂലിപ്പണിക്കാരൻ എന്നല്ലേ വിളി വീണത്. അത് അഭിമാനമാണ് എന്ന് രാജൻ പറയുകയും ചെയ്തു. ആകെ മൊത്തം പാളിപ്പോയ ഒരു ഓപ്പറേഷന് മുകളിൽ PD സതീശനും ജനീഷും അടക്കം കോൺഗ്രസ് നേതൃത്വം അവരുടെ അനുകൂല മാധ്യമ സംഘങ്ങളും പെട്ടുകിടക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.